ഇപ്പോൾ തോമസ് ഉണ്ണിയാടൻ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയാണ്. ഇന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു, ഹൈക്കോടതി വിധിയോടുകൂടി വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ വിധിയിലൂടെ വിജിലൻസ് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കെ.എം. മാണി സാറിനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. അലങ്കാരമല്ലല്ലോ. എന്താണ് അലങ്കാരമാണെന്ന് പറയുന്നത്? എന്താണ് അലങ്കാരമാണെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, സീസറിന്റെ ഭാര്യ സംശയാതീതമായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കെ.എം. മാണി സാർ കുറ്റക്കാരനാണ് എന്ന് വ്യാഖ്യാനിക്കണം. എന്തിനാ? ഈ കോടതിയല്ലേ പറഞ്ഞത് പ്രൈമാ ഫൈസ വിജിലൻസ് കോടതി മാണി സാറിനെതിരെ കുറ്റം കണ്ടെത്തിയത് ശരിയല്ല എന്ന് പറഞ്ഞ ഹൈക്കോടതിയുടെ ഈ വാക്കിനെ എന്തിനാണ് മാണി സാറിനെതിരെ ഉപയോഗിക്കുന്നത്? രാജിയൊന്നും ഞങ്ങളോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ആവശ്യപ്പെടുമ്പോഴല്ലേ ആ കാര്യത്തെ കുറിച്ച് പറയേണ്ടതായിട്ടുള്ളൂ. കെ.എം. മാണിക്ക് പിന്തുണ അർപ്പിച്ച് കെ.എം. മാണി രാജിവെക്കുകയാണെങ്കിൽ താങ്കൾ കൂടെ രാജിവെക്കാൻ തയ്യാറാകും? അല്ല, അനാവശ്യമായ സമ്മർദ്ദം. ഇത് യാഥാർത്ഥ്യം ഇതായിരിക്കെ അനാവശ്യമായ സമ്മർദ്ദം മാണി സാറിന്റെ മേലൊക്കെ ചെലുത്തിയാൽ അതിനകത്ത് വല്ല സംശയമുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ അധികാരമൊന്നും പ്രശ്നമല്ല. മാണി സാറിനെ ഒന്നും പ്രതികൂട്ടിലാക്കാൻ, ഒറ്റപ്പെടുത്താനോ ബലി കൊടുക്കാനോ ഒന്നും കേരള കോൺഗ്രസ് പാർട്ടി തയ്യാറാകില്ല. പാർട്ടി ഒന്നിച്ച് അതിനെ നേടും. അതോ അതൊക്കെ സംശയമില്ലാത്ത കാര്യമല്ലേ? പാർട്ടി ഒറ്റക്കെട്ടല്ലേ? അങ്ങ് രാവിലെ പറഞ്ഞ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ അങ്ങ് ഉൾപ്പെടെയുള്ളവർ രാജിവെക്കുമെന്നാണ്. പക്ഷേ ആന്റണി രാജു പറഞ്ഞ ഒരു കാര്യം അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്, പാർട്ടിയുടെ അഭിപ്രായം അല്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ പറയുന്നതൊക്കെ ഇപ്പൊ എന്റെ വ്യക്തിപരമായ പാർട്ടി കമ്മിറ്റി കൂടാൻ പോകുന്നേ ഉള്ളൂ. എന്റെ കയ്യിലിരിക്കുന്ന സ്ഥാനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്റെ പാർട്ടി എനിക്ക് നൽകിയ, മുന്നണി നൽകിയ കാര്യത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. ചീഫ് വിപ്പ് അത് അനാവശ്യമായി മാണി സാറിനെ സമ്മർദ്ദത്തിലാക്കി, പ്രതിക്കൂട്ടിലാക്കി, ബലിയെടുത്തൊന്നും ഈ സ്ഥാനത്ത് ഞാൻ തുടരില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ന്യായീകരിക്കാൻ സ്വന്തം പാർട്ടിയിൽ തന്നെ അക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് നിൽക്കാൻ പറ്റുമോ? എവിടെ? ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ പറഞ്ഞതൊക്കെ ന്യായകേടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞത് എന്താണ് ന്യായകേട്? അല്ല, നിങ്ങൾ പറയും. നിങ്ങൾ എല്ലാവരെയും കാണുന്നവരല്ലേ, എല്ലാം വിലയിരുത്തുന്നവരല്ലേ. ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ? ഞാൻ ന്യായകേട് പറയും. കോൺഗ്രസ് നേതാക്കളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ? നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? എന്തെങ്കിലും ബോധ്യപ്പെടാൻ നമുക്കല്ല ബോധ്യപ്പെടേണ്ടത്. അത് എല്ലാവർക്കും ബോധ്യപ്പെട്ടോളും. കാര്യങ്ങൾ മനസ്സിലാക്കും. രാജി ആവശ്യപ്പെട്ടാൽ എല്ലാവർക്കും മനസ്സിലാകും, എല്ലാവർക്കും ബോധ്യപ്പെടും. ആരും ഞങ്ങളുടെ രാജ്യം ഒരു കാര്യമില്ലല്ലോ. മാണി സാർ എന്തിനാ രാജിവെക്കണം? UDF യോഗം ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു, അതിൽ പങ്കെടുക്കുമോ? യോഗം കൂടുന്നതായിട്ട് ഒന്നും എനിക്കറിയില്ല. ഞങ്ങൾക്ക് ആ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. യോഗം കൂടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നു.